അടുത്ത മാതൃദിനത്തിൽ എനിക്കൊരു അമ്മയാവാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നു. അപ്പം ഈ മാതൃദിനത്തിൽ എന്തായാലും ഞാൻ എൻ്റെ അമ്മേനെ കുറിച്ച് പറയാം. എൻ്റെ അമ്മേനെ കുറിച്ച് എന്താ പറയുക, ഞാൻ ഇതിന് പറഞ്ഞു വയ്ക്കുന്നത് കുറഞ്ഞു പോകുമോ. അമ്മ എന്നെ കുഞ്ഞിലെ നോക്കിയത് എൻ്റെ അമ്മയാണ്. ഇപ്പം ഞാനൊരു അമ്മയാകാൻ പോകുന്നു. ഇപ്പോഴും എന്നെ നോക്കുന്നത് എൻ്റെ അമ്മയാണ്. ആ അമ്മേനെ കുറിച്ച് ഞാൻ എന്താ പറയുക, ഞാൻ ഇതിന് പറഞ്ഞ് കുറഞ്ഞു പോവില്ലേ. അത് പ്രസവത്തിന് ശേഷമല്ല കേട്ടോ, പ്രസവത്തിന് മുന്നേ തുടങ്ങി ബെഡ് റെസ്റ്റ് കിടക്കണേ എന്നെ നോക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയും ഞാനും തമ്മിൽ ഭയങ്കര സ്നേഹമാകണോ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും അടിയാ വഴിക്ക് എന്തെങ്കിലുമൊക്കെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നാലും മിണ്ടാതിരിക്കത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എൻ്റെ അമ്മയായിട്ടാ. എന്നെ നോക്കണത് അമ്മയാ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടായാലും ഞാൻ കൂടുതൽ നിൽക്കാറുള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അവിടെ ആർക്കും അമ്മയില്ല, അതുകൊണ്ടാണ് നിൽക്കുന്നത് ഇവിടെ. അപ്പം എനിക്കമ്മ എന്ന് പറയാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മേനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ കുറഞ്ഞു പോകും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ അമ്മ വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. അമ്മ വിചാരിക്കുകയാണ് ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ, നിങ്ങൾക്കിപ്പോൾ എത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കേട്ടുകൊണ്ടിരിക്കേണ്ട വരില്ലായിരുന്നു. പക്ഷെ ഓരോ അമ്മയും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന പോലെയല്ല ഓരോ കുഞ്ഞുങ്ങളും ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം അമ്മേനെ പോലെ അമ്മ മാത്രം ഉണ്ടാവുള്ളൂ, നമ്മളെ സ്നേഹിക്കാനും നമ്മളെ നോക്കാനും അവസാനം വരെ അമ്മ മാത്രം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അച്ഛന് വാല്യൂ ഇല്ലെന്നല്ല കേട്ടോ, അച്ഛനും ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ഏറ്റവും കൂടുതൽ സമയങ്ങളൊന്നും എൻ്റെ അമ്മേനെ വിളിച്ചിട്ടോ. എന്നുവെച്ചാൽ അച്ഛനെ ഇഷ്ടമല്ലെന്നല്ല, അച്ഛനും ഇഷ്ടം അമ്മേനും ഇഷ്ടം. അപ്പം അമ്മമാരുള്ളപ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും എല്ലാത്തിനൊക്കെ ഒരാളുണ്ടാവുള്ളൂ. ആ പ്രസൻസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ കാണുമ്പോൾ ശരിക്കും അവർ പറയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് അമ്മമാരെയൊക്കെ നമ്മൾ വഴക്കൂടിയാലും നമ്മൾ നീണ്ടണമൊക്കെ ചെയ്യും. ഞാൻ എത്രയോ പ്രാവശ്യം വഴിക്കിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ വഴക്ക് ചിലപ്പോൾ ഇപ്പോൾ വിളിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞങ്ങൾ വഴക്ക് കിട്ടും.